ഇന്നത്തെ എപ്പിസോഡിൽ അനാമികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും അനാമികയുടെ കാമുകനാണ്. ഇത് റിയൽ ആയിട്ട് നടക്കാൻ പോകുന്ന എപ്പിസോഡാണ് കേട്ടോ. അനാമിക ഫോണ് ചാർജിലിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അനി മുറിയിൽ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ അനാമികയുടെ ഫോണ് റിങ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആദ്യം അനാമികയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ അനി വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. എന്നാൽ വീണ്ടും വീണ്ടും ആ കോള് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ അടുത്ത തവണ വിളിക്കാണ്, അതും എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അനിക്ക് എന്തൊക്കെയോ സംശയം തോന്നാണ്. ഷടാ, ഇതാരെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ കാര്യം മനസ്സിലാക്കി കൂടെ? വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ഒന്നെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും ആയിരിക്കും. അതേസമയം വീണ്ടും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ. ഇത് കണ്ടപ്പോൾ അനി ദേഷ്യം പിടിച്ച് ആ ഫോൺ എടുക്കാൻ ചെല്ലുന്നുണ്ട്. അനി ഫോൺ എടുക്കാൻ പോകുമ്പോഴാണ് അനിയുടെ കൈ പിന്നിലോട്ട് തന്നെ പിൻവലിയുന്നത്. അപ്പോഴാണ് കാണിക്കുന്നത് അനാമികയുടെ ഫോണിൽ ഒരു അർജുൻ എന്ന പേരിൽ ആരോ വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അർജുനോ? ഇതാരാ? ഇങ്ങനെ അർജുൻ എന്ന പേരുള്ള ഒരാളെ പറ്റി അവൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ആ, ചിലപ്പോൾ അവളുടെ കൂട്ടുകാരായിരിക്കും. എന്തായാലും എനിക്കെന്താ, അവൾ അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക മുറിയിലോട്ട് കയറി വരുന്നത്. അനാമിക ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അനി ഫോണിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോ തന്നെ അനാമികയ്ക്ക് ആകെ ഒന്ന് പേടിയാകുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, അതെ, നിന്റെ ഫോൺ കുറെ നേരമായി റിങ് ചെയ്യുന്നു. ഇത് കേട്ടപ്പോ അനാമികയ്ക്ക് ഒന്നുകൂടി പേടിയാവാൻ കേട്ടോ. അനാമിക പറയുന്നുണ്ട്, അനി, നീ ആ ഫോൺ എടുത്തോ? ഞാൻ എന്തിനാ നിന്റെ ഫോൺ എടുക്കുന്നത്? അങ്ങനെ മറ്റൊരാളുടെ ഫോണിൽ എന്താന്ന് എത്തി നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല, അപ്പൊ പിന്നെ അനി എന്താ എന്റെ ഫോണിന്റെ അടുത്ത്? എനിക്ക് നിന്റെ ഫോൺ എടുത്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫോൺ കുറെ നേരമായി റിങ് ചെയ്യുന്നു. ആരാ വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. ഇനി എങ്ങാനും നിന്റെ അച്ഛനും അമ്മയും വല്ല ആണെങ്കിലോ? അപ്പൊ നോക്കിയപ്പോഴാ ഒരു അർജുന്റെ പേര് കണ്ടത്. അല്ല, ആരെ അർജുൻ? അർജുൻ എന്ന് പറഞ്ഞു കേട്ടപ്പോ തന്നെ അനാമിക ആകെ അപ്സെറ്റ് ആവുകയാണ് കേട്ടോ. അനാമിക ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പോ അനി ചോദിക്കുന്നുണ്ട്, അനാമികെ, നിന്നോടാ ചോദിച്ചത്, ആരെ അർജുൻ? അത് പിന്നെ എന്റെ ഒരു കസിനാ. അല്ല, അർജുൻ എന്ന് പേരുള്ള ഒരാളെ നിന്റെ ഫാമിലിയിൽ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അതെ, വേറൊന്നും അല്ല, അവനിവിടെ നാട്ടിലില്ല, അവൻ വിദേശത്താ. അല്ല, എന്റെ കസിൻസിനൊക്കെ അതിന് നിനക്കറിയാവോ? നിനക്ക് എന്നോട് മര്യാദയ്ക്ക് മിണ്ടാൻ പോലും നേരമില്ല. എന്നിട്ടാ അവൻ എന്റെ ബന്ധുക്കളെ അറിയാൻ പോകുന്നത്. അയ്യോ, എനിക്ക് നിന്റെ ബന്ധുക്കൾ അറിയണമെന്നൊന്നുമില്ല. അർജുനന് പേര് കണ്ടപ്പോ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്, എനിക്ക് ഒരു കുഴപ്പമില്ല. ആ സമയത്ത് വീണ്ടും അർജുന്റെ ഫോൺ വന്നോണ്ടിരിക്കാട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, അതെ, ഇത് നിന്റെ ബന്ധുവാണെങ്കിൽ നിനക്കെന്താ പിന്നെ ഫോൺ എടുത്താല്? ഇയാൾ എത്ര തവണയായി വിളിക്കുന്നു? അനി ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് അനാമിക്ക് പേടിച്ച് വിറച്ചോണ്ട് ആ ഫോൺ എടുക്കുന്നുണ്ട്. അനിക്ക് തോന്നി തുടങ്ങി എന്തൊക്കെയോ വശപ്പശക്ക് ഇതിലുണ്ടെന്ന്. അനാമിക ആ ഫോൺ എടുക്കുന്ന കണ്ടിട്ട് അനി അനാമികയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അനാമിക ഫോൺ എടുത്തപ്പോ തന്നെ അവിടുന്ന് അർജുൻ പറയുന്നുണ്ട്, ഹലോ അനാമികെ. ആ അർജുൻ, പറയാം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ സമയത്ത് ഞാൻ ഫോൺ വിളിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നീ ഈ സമയത്ത് എന്റെ ഫോൺ എടുത്തില്ല? അനാമികയ്ക്കാണെങ്കിൽ അനിയുടെ മുന്നിൽ നിന്ന് മറ്റു മറുപടിയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, നീ ഇപ്പൊ കുറെ ദിവസമായല്ലോ വിളിച്ചിട്ട്, ഞങ്ങളൊക്കെ നീ മറന്നുപോയി കാണും. അപ്പൊ അർജുൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അനാമികെ, നിന്റെ നാടകമൊക്കെ അവിടെ വെച്ചോ കേട്ടോ. നീ ഇപ്പൊ ഫ്രീ ആയിരിക്കുന്നു പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചത്. അതെ, ഞാൻ ഫ്രീ ആണല്ലോ, നീ പറഞ്ഞോ. ദേ, ഒരു അരമണിക്കൂറായിട്ട് ഞാനിപ്പൊ നിന്നെ വിളിച്ചോണ്ടിരിക്കുക, ഒരു റെസ്പോൺസും ഇല്ല. ഇപ്പൊ എടുത്തല്ലോ, നീ അത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കാതെ അർജുൻ. ദേ, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തേലും ആവട്ടെ, എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, നീ പറഞ്ഞു. ആ സമയത്ത് അനി ഒരു പുച്ഛഭാവത്തോടു കൂടി അനാമികയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എന്താ, ഞാനൊരാളെ ഫോൺ ചെയ്യുന്ന കണ്ടിട്ട് എന്തിനാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ കസിനാണെന്ന്. എന്നാ പിന്നെ പൊക്കൂടെ, ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടാവില്ലേ? അർജുന്റെ കോളെ മ്യൂട്ട് ചെയ്തിട്ടാട്ടോ അനാമിക ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അനി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഇവിടുന്ന് പോകേണ്ട ആവശ്യം? അതിന് മാത്രം നിനക്കും അവന് എന്താ പറയാനുള്ളത്? ഓ, നിനക്കെന്തോ ആവാലോ. അപ്പൊ അനി പറയുന്നുണ്ട്, അതെ, സംശയിക്കാതിരിക്കാൻ പറ്റില്ല. എന്ന് ചിലപ്പോ ഈ അർജുനന്റെ കാമുകം വല്ലതും ആയാലോ? ഇത് കേട്ടപ്പോ അനാമിക ഒന്ന് ഞെട്ടി അനിയുടെ മുഖത്തോട്ട് എന്നെ നോക്കുകയാണ്. ദേ അനി, നീ ആവശ്യമില്ലാത്തവരൊന്നും പറയരുത് കേട്ടോ. നീ ആ മൊട്ടച്ചിന്റെ പിന്നാലെ നടക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്തായാലും അതുപോലെ ആവില്ല. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് കൂടുതൽ നീ ഒന്നും പറയണ്ട. നീ ആർക്കാന്ന് വെച്ച ഫോൺ ചെയ്തോ, ഞാൻ പോയി തരാം. ഇതും പറഞ്ഞ് അനി അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ. ആ സമയത്ത് അനാമിക അർജുനോട് സംസാരിക്കുന്നുണ്ട്, ഹലോ അർജുൻ. അപ്പൊ അർജുൻ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി, അവിടെ ആരെങ്കിലും വന്നോ? അതെ അർജുൻ, ഞാൻ പറഞ്ഞതല്ലേ, എന്റെ അച്ഛനും അമ്മ ഏത് സമയം ഇപ്പൊ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛനാണെങ്കിൽ 2 ദിവസമായിട്ട് ഓഫീസിലൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ എപ്പോഴും. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെയാ പ്രതികരിക്കാന്ന് അറിയാൻ പോലും പറ്റത്തില്ല അർജുൻ. അതൊക്കെ നീ വിടടോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ നിന്റെ അച്ഛനും അമ്മയോട് സംസാരിക്കാന്ന്. അതൊന്നും നടക്കുന്ന കാര്യമല്ല അർജുൻ. അതായത് ഈ അനാമിക സ്വന്തം അച്ഛനും അമ്മയും പോലും അറിയാതെയാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ.
ഈ അർജുനാണെങ്കിൽ നല്ല പണക്കാരനാണ്. ഇവൾ ഇങ്ങനെ ഒരു സ്ഥിതിയിലാണെന്നുള്ളത് അർജുൻ അറിയില്ല. അർജുൻ കരുതിയിരിക്കുന്നത് അനാമിക നല്ല കോടീശ്വരിയാണെന്നാണ്. അനാമിക കോടീശ്വരി ആവാൻ വേണ്ടി ഉപയോഗിച്ച വഴിയാണ് അനി. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും അനാമികയുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല കേട്ടോ. ആ സമയത്താണ് അതൊക്കെ അവിടെ കാണിക്കുന്നത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതെ അർജുൻ, നീ എനിക്ക് കുറച്ചുകൂടി സമയം താ. ഇപ്പൊ ഞാൻ പഠിക്കുവല്ലേ, അതൊക്കെ ഒന്ന് കഴിയട്ടെ. അനാമികെ, നിനക്ക് എന്റെ വീട്ടിൽ വന്നാലും പഠിക്കാലോ. എന്റെ ഡാഡിയും മമ്മിയൊന്നും നിന്നെ ഒരിക്കലും പഠിപ്പിക്കാതിരിക്കില്ല. അവർ നിനക്കൊരു ജോലി വരെ വാങ്ങിച്ചു തരും. നിനക്കൊരു ജോലി കിട്ടിയില്ലെങ്കിലും വിഷയമില്ല. നമ്മുടെ ഒരുപാട് കമ്പനികളുണ്ടല്ലോ, അവിടുത്തെ MD ആയി നിന്നെ ഞാൻ ഇരുത്തും. ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ തന്നിട്ടും നീ എന്താ ഒന്നും പറയാത്തത്? ഓ, നിന്റെ കമ്പനിയിലൊക്കെ ഭാവി MD നീയാണല്ലോ. അതുകൊണ്ട് ഞാൻ വച്ചു നീട്ടിയ ഓഫറൊന്നും നിനക്ക് വലിയ കാര്യമൊന്നല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ സ്നേഹത്തോട് പറയുക, എന്റെ ഡാഡിയും മമ്മിയും നിന്റെ വീട്ടിലോട്ടൊന്ന് വന്നോട്ടെ. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ അർജുൻ, നീ എന്താ എന്റെ വാക്ക് മാത്രം മുഖവിലേക്ക് എടുക്കാത്തത്? എന്റെ അച്ഛനും അമ്മയും ഒരുപാട് പഴമയിൽ ചിന്തിക്കുന്നവരാ. അതുകൊണ്ട് അവർ പറഞ്ഞു മനസ്സിലാക്കാതെ നിങ്ങളുടെ അച്ഛനും അമ്മയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അർജുൻ. അനാമികെ, എന്റെ ഡാഡിയും മമ്മിയും ലണ്ടനിൽ നിന്ന് വരാണ്. അറ്റ്ലീസ്റ്റ് 1 മന്ത് മാത്രമേ അവർ ഇവിടെ ഉണ്ടാകൂ. അതിനിടയിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അർജുൻ പ്ലീസ്, ഈ കാര്യം തന്നെ പറഞ്ഞ് എന്നെ ആകെ ടെൻഷൻ അടിപ്പിക്കില്ല നീ. ശരി, അതൊന്നും നടക്കില്ലെങ്കിൽ വേണ്ട, ഒക്കെ പോട്ടെ. എനിക്ക് നിന്നെ ഒന്നൊന്ന് കാണാൻ പറ്റുമോ? പ്ലീസ് അനാമികെ, അത് മാത്രം നീ പറ്റില്ലെന്ന് പറയരുത്. എനിക്ക് നിന്നെ ഇന്ന് കണ്ടേ പറ്റൂ. അനി, അതത്ര എളുപ്പത്തിൽ നടക്കുന്നതൊന്നല്ല. അനിയോ? അതാരാ? അനി എന്നുള്ളത് പെട്ടെന്ന് മാറിപ്പോയതാട്ടോ അനാമികയ്ക്ക്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അനിയല്ല അർജുൻ. അതെ, എനിക്ക് പെട്ടെന്ന് മാറിപ്പോയതാ. കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ അനിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് എടുത്തിടുന്നുണ്ട്. ആരെയാ അനി? അനിയോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു കൂട്ടുകാരനാ. ആ, കൂട്ടുകാരനാണെങ്കിലും അല്ലെങ്കിലും നീ ഇനി അവന്റെ പേര് പറയണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ശരി, ഇനി ഞാൻ പറയുന്നില്ല. നീ പറ, എവിടെ വെച്ചാ നമ്മൾ കാണാം? എവിടെ വെച്ച്? നമ്മൾ സ്ഥിരം കാണുന്ന സ്പോട്ട് തന്നെ ആയിക്കോട്ടെ. നീ ബീച്ചിലോട്ട് വാ. ശരി. ദി അർജുൻ, ഞാൻ അവിടെ എത്തുന്നവരെ നീ എന്നെ എന്റെ ഫോണിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കണ്ട. അവിടെ എത്തിയതിനു ശേഷം ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി ശരി. ഇതും പറഞ്ഞ് അർജുൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഷോ, ഈ അനിയുടെ പേര് ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മുന്നിൽ വലിച്ചിടുന്നത്? എല്ലാ പ്രശ്നത്തിനും കാരണം ഞാൻ തന്നെയാ. ആ അർജുന്റെ വീട്ടിലൊന്ന് കയറി പറ്റിയ ഞാൻ പിന്നെ അവിടുത്തെ രാജ്ഞിയാ. അനന്തപുരിയിലുള്ളേക്കാൾ കോടീശ്വരന്മാരവര്. പിന്നെയാണെങ്കിൽ അർജുനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഈ അനി മറ്റൊരുത്തിന്റെ പിന്നാലെ നടക്കുക. അങ്ങനെ ഒരുത്തിനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്തായാലും അർജുനെ ഇന്ന് കണ്ടേ പറ്റൂ. ഇത് പറഞ്ഞ് അനാമിക അർജുനെ കാണാൻ പോകുമ്പോൾ എന്ത് ഡ്രസ്സാ ഇടാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശും നയനയും കൂടി പുറത്ത് ചുറ്റാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അനാമിക താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. അനാമികയെ കണ്ട പാട് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട്, ആഹാ, ഇത് പുതിയ സാരിയാണോ? സത്യം പറയാലോ, മോൾക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ. മോളെ ഈ സാരിയിൽ ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ. ആണോ അമ്മേ? എനിക്ക് സന്തോഷായി. അല്ല, മോളിത് എവിടെ പോവാൻ നിൽക്കുക? അത് പിന്നെ എനിക്കൊന്ന് പുറത്ത് വരെ പോകണം. പിന്നെ ഒന്ന് അമ്പലത്തിൽ കയറണം. ആണോ? എന്നാ പിന്നെ അമ്മയും കൂടി വരാം. അയ്യോ, അത് വേണ്ട അമ്മേ, എനിക്ക് എൻ്റെ 1-2 ഫ്രണ്ട്സിനെ കൂടി കാണാനുണ്ട്. അമ്മ കൂടെ വന്നാൽ ചിലപ്പോൾ പോസ്റ്റ് ആകും. ആ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? എന്നാ പിന്നെ ഞാൻ വരുന്നില്ല, അത് തന്നെയാ നല്ലത്. അല്ല, എന്നാ പിന്നെ മോള് അനിയെ വിളിച്ചോണ്ട് പോ. എടാ അനി, നിന്റെ ഭാര്യ ഒറ്റയ്ക്കാ പോകുന്നത്, നീ കൂടെ ചെല്ല്. ആ, എനിക്കൊന്ന് വയ്യ. അവൾ ഒറ്റയ്ക്ക് പോകാൻ ഒരുങ്ങിയതല്ലേ, അമ്മ പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നേ? എടാ, നീ അവളുടെ ഭർത്താവല്ലേ, നീ വേണ്ടേ മോൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോവാൻ? അപ്പൊ നമിക പറയുന്നുണ്ട്, അവനല്ലെങ്കിലും വരത്തൊന്നുമില്ല. എന്തായാലും അമ്മേ, അവന്റെ കൂടെ പോയ ഇന്നത്തെ ദിവസം എന്റേത് പോക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോളാം. അനി, നീ കൂടെ ചെല്ലുന്നുണ്ടോടാ? അപ്പൊ നമിക പറയുന്നുണ്ട്, വേണ്ട അമ്മേ, എന്തിനാ ആവശ്യമില്ലാതെ നിർബന്ധിക്കുന്നത്? ഞാൻ പോയിട്ട് വരാം. മോളെ, ഇവൻ എങ്ങനെ ഒരുത്തനായതുകൊണ്ടാ. മോള് സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണേ. ആ, ഞാൻ സൂക്ഷിച്ച് തന്നെ പോയിട്ട് വരാമേ. ഇതും പറഞ്ഞ് അനാമിക അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അനാമിക ഇറങ്ങിയ പാടെ തന്നെ നയനയും ആദർശും കാറി കയറുന്നുണ്ട്. എന്തായാലും ഇവര് 2 പേരും പോകുന്നത് ഒരേ സ്ഥലത്തേക്കാണ്, ബീച്ചിലോട്ട് തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് ബീച്ചിൽ അനാമിക ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നതാണ്. അർജുന്റെ കണ്ണ് വെട്ടിച്ചാണ് കേട്ടോ അനാമിക ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. അനന്തപുരിയിലെ കാറുമായിട്ട് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അനാമിക ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. എന്നാൽ ഇതൊക്കെ അർജുൻ ഒരു ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അർജുൻ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എടി അനാമിക, നീ എന്താ ഈ ഓട്ടോയില്? ആ സമയത്ത് അർജുനെ കണ്ടപ്പോ അനാമിക ആകെ ഒന്ന് ഷോക്കാവാണ്. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട്? അതെ, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി നേരത്തെ വന്ന് നിന്നതാ. അങ്ങനെയാണല്ലേ? അതേസമയം ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ സെന്റിയുടെയൊക്കെ അവിടെ പോയിട്ടാവാം, എന്റെ കാശ് എന്നാ എനിക്ക് പോവായിരുന്നു. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഓ തരാടോ, അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലല്ലോ. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ദേ ഇങ്ങോട്ട് മാറി, ഞാൻ കൊടുക്കാം. എത്രയാ? 300 രൂപ. കാർഡ് എടുക്കോ? എന്തോന്നാ കൊച്ചി ഈ പറയുന്നത്? ഓട്ടോക്കാരോട് കാർ എടുക്കുമെന്ന്. നീ എന്താ ഓട്ടോയിൽ ഇതുവരെ കയറിയിട്ടില്ലേ? അതെ ചേട്ടാ, ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാകുന്നത് നല്ലതാ. ശരി, ഇപ്പൊ എന്റെ കയ്യിലില്ലല്ലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്നാ പിന്നെ ഗൂഗിൾ പേ ചെയ്യാം.
എന്റെ കൊച്ചെ, എന്റെ കയ്യിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ അർജുൻ അനാമികയോട് പറയുന്നുണ്ട്, എടി ഇയാൾ എന്തൊരു ദരിദ്രവാസിയാ, നീ അല്ലാണ്ട് ഇയാളുടെ കൂടെയൊക്കെ വരൂ. അതെ, എന്റെ വണ്ടിയിൽ വന്നിവിടെ ഇറങ്ങിയതും പോരാ എന്നെ ഓരോന്ന് പറയുന്നു. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ പൈസയല്ലേ, തന്നേക്കാം, ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ. ഇതും പറഞ്ഞ് അർജുൻ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, എന്റെ കയ്യിൽ ചേഞ്ച് ഒന്നുമില്ല. ചേഞ്ച് ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അതെടുത്ത് പുഴുങ്ങി തിന്ന്. നീ ഒന്ന് വന്ന അനാമിക, എനിക്കെനി സമയം കളയാൻ വയ്യ, വാ. ഇതും പറഞ്ഞ് അനാമികയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും എന്താ, 2 പറഞ്ഞാലും 500-ന് 500 കിട്ടിയില്ലേ, 200 ലാഭം. എന്തായാലും എന്തോ ഉടായ്പ കേസാ, 200 കിട്ടിയില്ലേ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതും പറഞ്ഞ് അയാൾ ഓട്ടോ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ദേ നീ എന്തിനാ അയാളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇത്തരം ചീപ്പ് ആളുകളുടെ കൂടെയൊന്നും നീ ഇവിടെ വന്നിറങ്ങേണ്ട ആവശ്യം എന്തിരിക്കുന്നത്? നിനക്കറിയാലോ അർജുൻ, എൻ്റെ അച്ഛൻ്റെ സ്വഭാവം. ഞാൻ എൻ്റെ അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ എത്തിയത്. നീ സാധാരണ കാറിലല്ലേ വരാറുള്ളത്, അതുപോലെ വരുമെന്നാണ് ഞാൻ കരുതിയത്. ഇങ്ങനെയാണെങ്കിൽ നീ എന്നോട് അവിടെ എവിടെയെങ്കിലും വന്നിക്കാൻ പറഞ്ഞുകൂടായിരുന്നു? എൻ്റെ കയ്യിൽ കാറുള്ളതല്ലേ, നമുക്ക് ഒരുമിച്ച് വരായിരുന്നില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് എന്താ പറയാനുള്ളത് അത് പറ. അപ്പൊ തന്നെ അർജുൻ അനാമയുടെ കൈകയറി പിടിക്കുന്നുണ്ടോ. ഈ സമയത്ത് ആദർശും നയനിയും ബീച്ച് വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, ദേ അത് നോക്കി, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, പട്ടം പറത്തിക്കുന്നത് കണ്ടിട്ടോ. ആദർശാണെങ്കിൽ ഉപ്പിലിട്ടതും കടല പൊരിക്കുന്നതൊക്കെ കണ്ടിട്ട് അനാമികയോട് പറയുന്നുണ്ട്, അതെ നിനക്ക് അങ്ങനെ വല്ല ഐറ്റംസ് കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഏയ് എനിക്കതൊന്നും വേണ്ട ആദർശേട്ടാ. എന്നാ പിന്നെ 2 ഓംലെറ്റ് പറഞ്ഞാലോ? ആ അത് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ആദർശ് ഓംലെറ്റ് ഓർഡർ ചെയ്യാണ്ടോ. അപ്പോഴാണ് നയനയുടെ കണ്ണ് അനാമികയുടെ അടുത്തേക്ക് പോകുന്നത്. അനാമികയുടെ കയ്യിൽ മറ്റൊരു പുരുഷൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നയന ആകെ ഒന്ന് ഷോക്കാവാണ്. ആദർശേട്ടാ, എന്താ, എന്തു പറ്റി നയനെ? ആദർശേട്ടാ, അത് അനാമികയല്ലേ, ഒന്ന് നോക്കിയേ. ഏത്? അത് അനാമികയല്ലേ? അല്ല, അവളുടെ കൂടെ നിൽക്കുന്ന ആരാ? അനിയല്ലല്ലോ. അതെ, അത് അനിയല്ല. ഞാനൊരു കാര്യം ചെയ്യാം, വീട്ടിലോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ അവൾ അവിടെ ഉണ്ടോന്ന്. എന്തിനാ ആദർശേട്ടാ, ഇത് അനാമിക തന്നെയാ, എനിക്ക് ഉറപ്പാ. അപ്പോ ഇവക്ക് ഇങ്ങനെ വൃത്തിയുടെ സ്വഭാവം ഉണ്ടോ? ആദർശേട്ടാ, ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് അവരോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവളിങ്ങനെ എൻ്റെ അനിയന്റെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതും പറഞ്ഞ് ആദർശ് അവളുടെ അടുത്തോട്ട് നടക്കാട്ടോ. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.